ഇന്നത്തെ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ഏറെ അപ്ഡേറ്റ്സ് ഉണ്ട്. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. ആനിമേ സൈഡിൽ അങ്ങ് എടുത്തു പറയാനായിട്ട് അധികം അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല, എന്നാലും കുറച്ചുണ്ട്. മുഷക് ടെൻസൈ അതായത് ജോബ്ലെസ് റീഇൻകാർണേഷന്റെ അടുത്ത പാർട്ട് ഏപ്രിൽ 7 എയറിംഗ് സ്റ്റാർട്ട് ചെയ്യും. സീസൺ 2 പാർട്ട് 2 ആണ് ഇനി വരാൻ പോകുന്നത്. ഇതിലിപ്പോൾ എടുത്തു പറയേണ്ടത് ഈ ഒരു പാർട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് പുതിയൊരു ഡയറക്ടർ ആയിരിക്കും. ഇതും കൂടെ ചേർത്തി കഴിഞ്ഞാൽ ഈ സീരീസിൽ ഇപ്പോൾ മൊത്തം 3ാമത്തെ ഡയറക്ടറാണ് മാറി വരുന്നത്. ഇതിപ്പോൾ നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സീസൺ 1 കിഡിൽ വരുന്നു, അത് നല്ല രീതിയിൽ എനിക്ക് വർക്കായി, എനിക്ക് ഇഷ്ടമായി. ബട്ട് സീസൺ 2 പാർട്ട് 1 എനിക്ക് അത്ര സൂചിച്ചില്ല. സോ ഇനി വരാൻ പോകുന്നതും കൂടെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പറയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഈ റീഇൻകാർണേഷൻ പ്ലോട്ട് പരിപാടികളിൽ തന്നെ എനിക്ക് കുറച്ച് യുണീക്കായിട്ട് ഫീൽ ചെയ്തൊരു സാധനം ഇതായിരുന്നു. ഇതിന്റെ ലൈറ്റ് നോവലും മാഗയ്ക്കെല്ലാം അത്യാവശ്യം നല്ല അഭിപ്രായമാണ് കേട്ടോണ്ടിരിക്കുന്നത്. സീസൺ 2 ഇച്ചിരി ഡൗൺ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലാതാണ് പൊക്കോണ്ടിരിക്കുന്നത്. നോക്കാം. അടുത്ത നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഡീമൺ സ്ലെയർ മൂവി ഇന്ത്യയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു, കോയമ്പത്തൂർ ഐമാക്സിലാണ് കണ്ടത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തൊട്ടിത്തരം അവന്മാർ ഇപ്രാവശ്യം കാണിച്ചില്ല. സന്തോഷം. കഴിഞ്ഞ ആർക്കിലെ ലാസ്റ്റ് എപ്പിസോഡും ഇനി വരാൻ പോകുന്ന ആർക്കിലെ ഫസ്റ്റ് 2 എപ്പിസോഡും ചേർത്തിയാണ് ഇപ്രാവശ്യം ഇറക്കിയേക്കുന്നത്. പിന്നെ അറിയാലോ, ഹഷിറ ട്രെയിനിങ് ആർക്കിൽ പ്രത്യേകിച്ച് അങ്ങ് എടുത്തു പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന ഇൻഫിനിറ്റി കാസിൽ ആർക്ക് അത് സീൻ മാറ്റും, അത് ഉറപ്പാണ്. ഇതിനു മുമ്പ് അത്ര ലെവലിലേക്ക് ഇല്ലാത്ത ഫൈറ്റ് സീക്വൻസ് പോലും ഈ ലെവലിൽ ചെയ്തിട്ടുള്ള ഉഫോർട്ടേബിൾ ഇമ്മാരി സാധനമൊക്കെ വെറുതെ വിടുവോ? ഇല്ല, പൂണ്ട് വിളയാടും, അതിന് ഒരു സംശയം വേണ്ട. പടം ഇപ്പോഴും PVR ഐനോ സ്ക്രീനുകളിലൊക്കെ ഓടുന്നുണ്ട്. കാണാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അത് ഉറപ്പാണ്. ദെൻ ബ്ലൂ ലോക്കിന്റെ പുതിയ സിനിമ എപ്പിസോഡ് നാഗി ഈ വർഷം ഏപ്രിൽ 19 റിലീസ് ചെയ്യുന്നുണ്ടാവും. ജപ്പാനിലായിരിക്കും. ഇന്ത്യയിലും അറ്റ് ദ സെയിം ടൈം റിലീസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈക്യു ആൾറെഡി ജപ്പാനിൽ റിലീസായിട്ടും ഇന്ത്യയിൽ വന്നില്ല. അത്യാവശ്യത്തിലേറെ ഫാൻ ഫോളോയിങ് ഉള്ള സാധനം തന്നെയാണ്. ഇൻഫാക്ട് ജപ്പാനിൽ ഡീമൺ സ്ലെയറിന്റെ ബോക്സ് ഓഫീസ് ഫസ്റ്റ് ഡേ തന്നെ അത് പൊട്ടിച്ചു. ഇന്ത്യയിൽ അത് ഇതുവരെ വന്നിട്ടില്ല. വരാതിരിക്കില്ല, ഇതും വരും. പക്ഷേ ഏപ്രിൽ 19 തന്നെ വരുമെന്നുള്ള കാര്യം സംശയമാണ്. ദെൻ നറൂട്ടോന്റെ ലൈവ് ആക്ഷനെ പറ്റി ഒരുപാട് സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. മാർവലിന്റെ ഷാങ് ചി ദി ലെജൻഡ് ഓഫ് 10 റിംഗ്സ് ആ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ പുള്ളിയായിരിക്കും നറൂട്ടോ ലൈവ് ആക്ഷൻ എഴുതി സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൾ അത്യാവശ്യം പണി അറിയുന്ന കൂട്ടത്തിലായതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. നറൂട്ടോനൊക്കെ ഒരു ലൈവ് ആക്ഷൻ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുവാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് എടുത്തിട്ട് നറൂട്ടോ ലൈവ് ആക്ഷൻ ഫാൻ മെയ്ഡ് സാധനങ്ങൾ കുറേ എണ്ണമുണ്ട്. അതിൽ ഓരോരുത്തന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത് അജാതി ലെവൽ സാധനങ്ങളാണ്. അപ്പോൾ വലിയൊരു സ്റ്റുഡിയോ ബാക്ക് ചെയ്യാനുള്ളത് കൊണ്ട് സോളിഡ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പടം വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നറൂട്ടോന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള കിഷിമോട്ടോയും ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതും ചെറിയൊരു ആശ്വാസമാണ്. പുള്ളിയുടെ കയ്യിൽ നറൂട്ടോ സേഫ് ആയിരുന്നു. പക്ഷേ എന്നത് കൈമാറിയോ അന്ന് തൊട്ടാണ് ശമനം തുടങ്ങിയത്. ഇപ്പോൾ പുള്ളി വീണ്ടും ബൊറൂട്ടോയിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തേലും എവിടെയെങ്കിലും ഒരു മാറ്റമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ മറ്റേ ദാറ്റ് ടൈം ഐ ഗോട്ട് റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം ഇതിന്റെ സീസൺ 3 ഈ വർഷം തൊട്ടുണ്ടാവും. അതും ഏപ്രിൽ 5 തൊട്ട് തുടങ്ങും. സീസൺ 3 തന്നെ 2 പാർട്ട് ഉണ്ടാവും. മൈ ഹീറോ അക്കാഡമി പോലെ തന്നെ ഒരു കൺസിക്യൂട്ടീവ് റിലീസ് ആയിരിക്കും. അതുകൊണ്ട് ഇടയിൽ ഗ്യാപ്പ് ഒന്നും വരത്തില്ല, അടുപ്പിച്ചായിരിക്കും. ഇങ്ങനെ ഇറക്കാനാണെങ്കിൽ അവന്മാർ എന്തിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സീസൺ 3 ഏപ്രിൽ 5 തൊട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരെ. പകരം സീസൺ 3 വരുന്നുണ്ട്. അത് 2 പാർട്ടായിരിക്കും. പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1ഉം പാർട്ട് 2ഉം കൺസിക്യൂട്ടീവ് ആയിരിക്കും റിലീസ് ഉണ്ടാവുക. എന്നിങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ 2 പുതിയ ആനിമേസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൊയോട്ടയ്ക്കും അതേപോലെ തന്നെ മക്ഡൊണാൾഡ്സിനും. കേട്ടത് തെറ്റിയിട്ടില്ല, നമ്മുടെ കാർ കമ്പനി ആയിട്ടുള്ള ടൊയോട്ടയ്ക്ക് ഒരു ആനിമേ വരുന്നുണ്ട്. ടൈറ്റിൽ ഗ്രിപ്പ്. ഏതാണ്ട് ചെറിയൊരു സാധനമായിരിക്കും, 5 എപ്പിസോഡും കണ്ടാന്നൊക്കെ കേട്ടെ. അതേസമയം മക്ഡൊണാൾഡ്സിലേക്ക് വരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ വേറെ ലെവലിലാണ്. നമ്മുടെ നറൂട്ടോ, ബ്ലാക്ക് ലവർ, ബ്ലീച്ച് ഇതിന്റെയൊക്കെ സ്റ്റുഡിയോ ആയിട്ടുള്ള സ്റ്റുഡിയോ പേരിട്ടാണ് ഈ ഒരു സീരീസ് ബാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെയും എങ്ങനെയായിരിക്കും ഏതായിരിക്കും എന്ന് പറയുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുന്ന പക്ഷം ഞാൻ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടച്ചുക്കി ഫുജിമോട്ടോ ചെയിൻസോ മാന്റെ ഓദറിന്റെ ലുക്ക് ബാക്ക് എന്ന് പറയുന്ന മാംഗയുടെ ഒരു ആനിമേ അഡാപ്റ്റേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമയാണ്. ജൂൺ 28 നമ്മുടെ ജപ്പാനിൽ റിലീസ് ഉണ്ടാവും. ഇത് ഇന്ത്യയിലോട്ട് വരുന്ന കാര്യം സംശയമാണ്. ഇതുവരെ മിയാസാക്കിയുടെ നമ്മുടെ ബോയ് ആൻഡ് ഹെറോൺ ഇതുവരെ വന്നിട്ടില്ല. PVR ഐനോസെ നിങ്ങളാണ് ഞങ്ങളുടെ ആകെയുള്ള അത്താണി, ഈ വിട്ട് കളയരുത്. പിന്നെ മാപ്പയുടെ സൈഡിൽ നിന്ന് പുതിയൊരു ബേസ്ബോൾ ആനിമേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പേര് ബൊക്യക്കു ബാറ്ററി. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സാധനം. ഇതും ഈ വർഷം ഏപ്രിൽ ഉണ്ടാവും. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. മാപ്പയുടെ തന്നെ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ഒരു സാധനം പോകുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബുച്ചിഗിരി എന്ന് പറയുന്നത് നമ്മുടെ ടിപ്പിക്കൽ മാപ്പ് ആനിമേഷനിൽ നിന്ന് മാറി കുറച്ചും കൂടെ കോമിക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണത്. കണ്ടിട്ടില്ലാത്ത ട്രൈ ഔട്ട് ചെയ്യാം. ഏതാണ്ട് 6 എപ്പിസോഡും കണ്ടേ വന്നിട്ടുള്ളൂ. ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ആനിമേ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഹോളിവുഡ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് റിഡ്ലി സ്കോട്ടിന്റെ ഐക്കോണിക് പടത്തിന്റെ സീക്വൽ ഗ്ലാഡിയേറ്റർ 2ന്റെ ബഡ്ജറ്റ് റിവീൽ ചെയ്തിരിക്കുകയാണ്. $310 മില്യൺ. എത്രയും $310 മില്യൺ. എനിക്കറിയുന്നില്ല എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ഈ ഒരു പടത്തിന് വന്നതെന്ന്. $165 മില്യൺ ഈ ഒരു പടം തുടങ്ങിയത്. അത് അത്യാവശ്യം ഓക്കെയാണ്. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന നെപ്പോളിയനും ഏതാണ്ട് ആ ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് 310 എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഇരട്ടിയായി. അതിലൊരു 10 മില്യൺ ഈ സ്ട്രൈക്ക് ഒക്കെ വന്നപ്പോൾ കൂടി അവർ തന്നെ പറയുന്നുണ്ട്. ബാക്കി 130 തൊട്ട് $140 മില്യൺ പ്രൊഡക്ഷനിൽ പോയതാണെന്ന്. ഒരു ഷൂട്ടിംഗ് സ്റ്റിൽ പോലും പുറത്തു വരാത്തൊരു സാധനത്തിൽ നമുക്ക് ആധികാരികമായിട്ട് ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും 310 എനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. പക്ഷേ ഈ ഒരു പടം ബോക്സ് ഓഫീസിൽ വർക്ക് ആവണമെങ്കിൽ ടോപ്പ് ഗണ്ണ് പോലൊരു സീക്വലെങ്കിലും ആയിരിക്കണം. ഞാൻ പറയുന്നത് മുമ്പത്തെ പടത്തിനോട് 100% നീതി പുലർത്തിക്കൊണ്ടൊരു പടമായിരിക്കണം എന്നാണ്. ഗ്ലാഡിയേറ്റർ 1ന്റെ ലെവലിൽ പോലും നിന്നില്ലെങ്കിൽ ഇത് നല്ലപോലെ അണ്ടർ പെർഫോം ചെയ്യും. ബ്രേക്ക് ഇവൻ അടിക്കാന്ന് പറയുന്നത് അതിനേക്കാളും ചടങ്ങുടിച്ച പരിപാടിയായിരിക്കും. നല്ലൊരു സിനിമ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. റിഡ്ലി സ്കോട്ട് ഒരു മോശം സിനിമ എടുക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം എനിക്കില്ല. ബട്ട് 310 അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും വരട്ടെ, എന്തായാലും ടീസറോ ഫസ്റ്റ് ലുക്കോ എന്തായാലും വരട്ടെ. ഞാനിത് പറഞ്ഞത് ഇത് ബോക്സ് ഓഫീസിൽ വർക്ക് ആകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം എനിക്ക് ഉള്ളതുകൊണ്ട്. കാരണം സ്കോട്ടിന്റെ മുമ്പത്തെ പടങ്ങളെല്ലാം
എല്ലാം ബോക്സ് ഓഫീസിലും നല്ല രീതിയിൽ അടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇതിന് വരരുത് എന്ന് പറയുന്ന ഒരു ആഗ്രഹം മാത്രം. സിഗ്മയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നമ്മുടെ പാട്രിക് ബേറ്റ്മാൻ അഥവാ അമേരിക്കൻ സൈക്കോ എന്ന് പറയുന്ന ഐക്കോണിക് പടത്തിന് ഇപ്പോൾ റീബൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണത്രേ. ഏത് എങ്ങനെ പാട്രിക് ബേറ്റ്മാൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ ഒന്നും കൂടെ മോഡേണൈസ് ചെയ്ത്, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ ജെൻ സി പിള്ളേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു പടം അവരെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാരാവശ്യപ്പെട്ട് ആർക്ക് വേണ്ടി ഇവരെടുക്കുന്നത്, ആർക്കാണ് ഇതിന് മാത്രം കുരുവട്ടാൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ലയൺസ് ഗേറ്റ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന സോക്കോൾ ജെൻ സി പാട്രിക് ബേറ്റ്മാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല. സോറി, എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ബെയിൽ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചൊരു സാധനമുണ്ട്. എനിക്കത് മതി. അവരെന്നെ ഉണ്ടാക്കുമോ പൊളിക്കോ പറിക്കോ എന്താച്ചാ ചെയ്തോട്ടെ. ഇപ്പോഴത്തെ പിള്ളേരിൽ ആരാണ് ഈ പറയുന്ന കാസ്റ്റിന് ആപ്റ്റ് ആവുന്നത്? എനിക്ക് തോന്നുന്നില്ല ഒരാളെയും. പിന്നെ എൻ്റെ തോന്നലും തോന്നാഴികയല്ല ഇതിനകത്തൊരു വിഷയം പോലും ആവുന്നില്ല. അത് വേറെ കാര്യം. ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ വധിക്കപ്പെടാൻ പോവുകയാണല്ലോ എന്ന് പറയുന്നൊരു സങ്കടം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ദെൻ ടോം ക്രൂസിന്റെ പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ആരുടെ കൂടെ? ഡിക്കാപ്രിയോയുടെ റെവനന്റ്, അതേപോലെ തന്നെ ബേർഡ്മാൻ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള, അങ്ങനെ പേര് ഇച്ചിരി കടുപ്പാണ്, അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കാം, അലജാൻഡ്രോ ഇനായർത്തു. ഒരു കിടിലൻ ഫിലിം മേക്കറാണ്. നിങ്ങൾ തീർച്ചയായും സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യണം. ടോം ക്രൂസിന്റെ മറ്റൊരു ഡയമെൻഷൻ ഇങ്ങനത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ടോം ക്രൂസ് നമ്മളെല്ലാവരും എടുത്തു പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ സ്റ്റാർ മെറ്റീരിയൽ മാത്രമല്ല, പണി അറിയാവുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. അതിപ്പോൾ ലിറ്ററൽ ആണെങ്കിലും അല്ലെങ്കിലും അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെങ്കിൽ ടോം ക്രൂസ് ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊളാട്രൽ, ദി കളർ ഓഫ് മണി, ബോൺ ഇൻ 4th of July, ജെറി മെഗ്വയർ, അമേരിക്കൻ മെയ്ഡ്, പിന്നെ ഓഫ് കോഴ്സ് ഈ പറയുന്ന ഐസ് വൈറ്റ് ഷർട്ട്. ഇതിലെല്ലാം കണ്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കണ്ടാലും മതി, പുള്ളിയുടെ വെർസറ്റാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. സോ ആസ് എൻ ആക്ടർ ടോം ക്രൂസിന്റെ മറ്റൊരു ഡയമെൻഷൻ എന്തായാലും ഇങ്ങനെ ഈ ഒരു പടത്തിൽ എക്സ്പ്ലോർ ചെയ്യും. ജസ്റ്റ് ലൈക്ക് റെവനന്റിൽ ഡിക്കാപ്രിയോ കിട്ടിയ പോലെ. പുള്ളി അത്രയും നോമിനേഷൻ പോയിട്ടും പുള്ളിയുടെ ഫസ്റ്റ് ഓസ്കാർ കിട്ടുന്നത് റെവനന്റിലാണ്. ടോം ക്രൂസിന് ഓസ്കാറില്ല, പുള്ളിയുടെ ഫസ്റ്റും ഈ പടത്തിലൂടെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ ചിത്രത്തിനെ പറ്റി ഒരു കാര്യം പുറത്തു വിട്ടിട്ടില്ല. ബേർഡ്മാന്റെ കോറൈറ്റേഴ്സ് ആയിരിക്കും ഈ പടം റൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ദെൻ ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ് ആയിട്ടുള്ള ബലേറിന, അതായത് നമ്മുടെ ആന ഡെ ആർമാസിന്റെ ബലേറിന പടം വീണ്ടും ഡിലേ ആയിരിക്കുകയാണ്. അത് 1-2 അല്ല, ഒരു കൊല്ലം. ഈ വർഷം ജൂണിന് വരേണ്ട പടം അടുത്ത വർഷം ജൂണിനെ വരത്തുള്ളൂ. ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയ സിനിമയിൽ ആക്ഷൻ സീക്വൻസുകളുടെ കുറവ് കാരണമാണ് ഈ ഒരു ഡിലേ. ജോൺ വിക്കിന്റെ ഒരു പ്രോഡക്റ്റിനകത്ത് ആക്ഷന്റെ അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേരുദോഷമാണ്. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറെ സീനുകൾ ആഡ് ചെയ്യാനും റീഷൂട്ട് എല്ലാം പോകുന്നുണ്ട്. സങ്കടമുണ്ട്, കാരണം ഈ കൊല്ലം ഞാൻ ആഗ്രഹിച്ച ഒരു പടമായിരുന്നത്. എന്തേലും ആവട്ടെ, നല്ലതായാൽ മതിയായിരുന്നു. അടുത്തൊരു വമ്പം പടം ഡിലേ ആയി, അതിന്റെ ഡേറ്റും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ബോങ് ജൂങ്ങിന്റെ മൈക്കി 7 ഇൻഡെഫിനിറ്റ് ആയി ഡിലേ ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഡേറ്റ് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്, 2025 ജനുവരി 31. ഇതും ഏതാണ്ട് കംപ്ലീറ്റ് ആയ പടമാണ്. ചുരുക്കി പറഞ്ഞാൽ 2024 വലിയ പടങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഡിലേ ആയ പടമെല്ലാം ഈ കൊല്ലം ഇറങ്ങും, ഈ കൊല്ലത്തെ പടമെല്ലാം അടുത്ത കൊല്ലം ഇറങ്ങത്തുള്ളൂ. അടുത്ത കൊല്ലത്തേക്ക് സ്ലേറ്റ് ചെയ്ത പടം അടുത്ത കൊല്ലം ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും വലിയ ഭാഗ്യം. ദെൻ നമ്മുടെ ക്രിസ്റ്റഫർ നോളന് ഒരു ഹൊറർ ചിത്രം ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പറയുന്നുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കോൺവെർസേഷനിലാണ് പുള്ളി ഈ ഒരു കാര്യം റിവീൽ ചെയ്തത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ CG വേണ്ട, പ്രാക്ടിക്കൽ എഫക്ട്സ് മതി എന്ന് പറഞ്ഞ് ശരിക്കുള്ള പ്രേതത്തിനെ കൊണ്ടുവരുമെന്നാണ് അടുത്ത പേടി. സോറി, ക്ഷമിക്കണം, തൊലിഞ്ഞ കോമഡിയാണെന്ന് മനസ്സിലായി, എന്നാലും ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, നോളൻ ഒരു ഹൊറർ ചിത്രം ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു കൗതുകം എന്തായാലും എൻ്റെ ഉള്ളിലുണ്ട്. ഓപ്പൺഹൈമറിനകത്തും നല്ലപോലെ ഒരു ഹൊറർ എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ വർക്കായിട്ടുമുണ്ട്, എസ്പെഷ്യലി ആ ഒരു സ്പീച്ചിന്റെ അവിടെ. പടത്തിലെ തന്നെ ഒരു ഫേവറേറ്റ് സീനായിരുന്നത്. ദെൻ യോഗോസ് ലാന്തിമോസിന്റെ അടുത്ത പടത്തിനകത്തും എമ്മ സ്റ്റോൺ ആണ് നായിക എന്ന് പറയുന്നൊരു കാര്യവും കേൾക്കുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല, സംസാരത്തിലാണ്. ഇവർ രണ്ടുപേരുടെയും ലേറ്റസ്റ്റ് പടമായിട്ടുള്ള പൂർ തിങ്സിന്റെ സക്സസിന് ശേഷമാണ് ഈ ഒരു സംസാരം കേൾക്കുന്നത്. സേവ് ദി ഗ്രീൻ പ്ലാനറ്റ് എന്നാണ് നിലവിലെ പടത്തിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി 2003 വന്ന ഒരു കൊറിയൻ സൈഫൈ പടത്തിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു പടമായിരിക്കും. ക്രിട്ടിക്കലി ഭയങ്കര സംസാരം കേട്ടെങ്കിലും എനിക്കിതുവരെ പൂർ തിങ്സ് കാണാൻ പറ്റിയിട്ടില്ല. ഒട്ടും വൈകാതെ തന്നെ ഡിജിറ്റലി അത് റിലീസ് ഉണ്ടാവും. സോ എന്തായാലും കാണാം. ജെയിംസ് ക്യാമറോൺ റീസെന്റ് ആയിട്ട് നടന്നൊരു ഇന്റർവ്യൂവിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു. ഏതാണ്ട് 7 അവതാർ പടം പുള്ളി ചെയ്യുന്നത്. 5 പടങ്ങളുടെ റൈറ്റിംഗ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 6-7 ഐഡിയ ഉണ്ട്. സോ പ്രോബബ്ലി ഞാൻ 6-7 ചെയ്തേക്കും എന്നൊരു കാര്യം പുള്ളി പറഞ്ഞു. ഇതിപ്പോൾ നല്ലതിനോ ചീത്തയ്ക്കോ ചോദിക്കുകയാണെങ്കിൽ ഓവർഡു ആണ്, ഒരു സംശയം ഇല്ലാത്ത ഓവർഡു ആണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അവതാർ സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ജെയിംസ് ക്യാമറോന്റെ വേറെ വ്യത്യസ്തമായ ഒറിജിനൽ സിനിമകൾ കാണണമെന്നും ആഗ്രഹമുണ്ട്. പുള്ളി ഇതേ പേസിംഗിൽ പോവുകയാണെങ്കിൽ ഈ പ്രോജക്റ്റ് ഒക്കെ വരണമെങ്കിൽ എത്ര കൊല്ലം എടുക്കും. അടുത്ത സിനിമയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രം അതിനകത്ത് പറയാനുള്ള കഥ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന കാര്യം നമുക്ക് വ്യക്തമാവും. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പോയിന്റിനപ്പുറത്തേക്ക് നമുക്ക് വിഷ്വലി ഈ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല. ബേസ്മെന്റ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ എത്രമാത്രം പൊലിപ്പിച്ചാലും അത് വർക്കൗട്ട് ആവത്തുള്ളൂ. അറിയില്ല അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയാം. അടുത്തായിട്ട് ഒരു കാര്യമില്ലാതെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു പടമാണ് ജുറാസിക് വേൾഡ് 4. അത് ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗാരത്ത് എഡ്വേർഡ്സും. റീസെന്റ് ആയിട്ട് വന്ന ഒരു സൈഫൈ ക്ലാസിക് പടമാണ് ക്രിയേറ്റർ. അതിന്റെ ഡയറക്ടർ ആയിരുന്നു ഇങ്ങേര്. ഈ മനുഷ്യൻ ഇത് എന്തിന്റെ കേടാണ് എന്ന് എനിക്ക് അറിയുന്നില്ല. കഴിഞ്ഞ ജുറാസിക് പടം നിങ്ങൾ തിയേറ്ററിൽ കണ്ടായിരുന്നോ? ഒന്ന് കാണണമായിരുന്നു, വെറുപ്പിച്ച് മനുഷ്യനെ കൈ തരും. സോ അത്രയും അധപ്പതനം എന്തായാലും അറ്റ്ലീസ്റ്റ് ഈ പടത്തിൽ ഉണ്ടാവില്ല, കാരണം ഇങ്ങേരുള്ളതുകൊണ്ട്. അടുത്ത വർഷം ജൂലൈ 2 ഈ ഒരു പടം റിലീസ് ആവുന്നത്, സ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോഴാണ്
ഡയറക്റ്റിനെ കൺഫേം ചെയ്ത് ഇനി കാസ്റ്റിങ്ങിന്റെ കാര്യങ്ങളും നോക്കി പ്രൊഡക്ഷനും തുടങ്ങി. എനിക്ക് തോന്നുന്നില്ല എന്തായാലും അടുത്ത കൊല്ലം വരുമെന്ന്. ദെൻ 2012 വന്ന ജസ്നേറ്ററിന്റെ പ്രോജക്ട് എക്സ് എന്ന് പറയുന്ന പടം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യണം. ഒരു ഗംഭീര സാധനമാണ്. അപ്പോൾ ആ പടത്തിന്റെ ഒരു സീക്വൽ വരെയാണ് പ്രോജക്ട് എക്സ്, പ്രോജക്ട് ഡബിൾ എക്സ്. ചെറിയ മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ പടത്തിനകത്ത് ബോയ്സ് ആണെങ്കിൽ ഈ പടത്തിനകത്ത് ഫീമെയിൽസ് ആണ്. 3 പെൺകുട്ടികളുടെ ഒരു ട്രിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പടം ഉണ്ടാവുക. ആദ്യ പടം പോലെ ജെന്യൂൻലി ഫണ്ണി ആവണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ കുറെ പെണ്ണുങ്ങളെ കുത്തിക്കയറ്റി അനാവശ്യ പൊളിറ്റിക്സും ചേർത്തി ഒരു അജണ്ട പടമാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് മൂഞ്ചും. ഉള്ളത് പറയാലോ, ഫീമെയിൽ ഓറിയന്റഡ് നിൽക്കുമ്പോൾ സത്യമായിട്ടും പേടിയാവുക. സോ എനിവേ പ്രോജക്ട് എക്സ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നല്ലൊരു സിനിമയാണ്. കൊക്കോകോള വേഴ്സസ് പെപ്സി സിനിമ ആവാൻ വേണ്ടി പോവുക. പേര് കോള വാർസ്. സോ 1980s ശരിക്കും നടന്ന ഒരു ഈവന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പടം വരാൻ വേണ്ടി പോകുന്നത്. ജേസൺ ഷൂമാനും ബെൻക്യൂനും എഴുതിയ സ്ക്രിപ്റ്റ് ഓപ്ഷനിൽ ഏതാണ്ട് $1 million കൊടുത്തിട്ടാണ് സോണി വാങ്ങിച്ചേക്കുന്നത്. ആരാണ് സംവിധാനം, എപ്പോൾ ഇറങ്ങുമെന്ന് പറയുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുന്ന പക്ഷം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇത്രയാണ് ഹോളിവുഡ് സൈഡിലുള്ളത്. അവിടെ നിന്ന് അങ്ങനെ മാർവൽ ഡിസിയിലോട്ട് പോവുകയാണെങ്കിൽ സോണിയും മാർവലുമായിട്ട് ഇപ്പോൾ വൻ തർക്കമാണ്. സ്പൈഡർമാൻ 4 ആണ് വിഷയം. മാഡം വെബിന്റെ ഭൂലോക തോൽവി കണ്ട നമ്മുടെ സോണിക്ക് ഇപ്പോൾ ഒരു ഇരിക്കപ്പുറതിയില്ല. ഇത് കണ്ടിറങ്ങിയപ്പോഴാണ് മോർബീസ് ഒക്കെ ഏത് ലെവലിൽ, അതൊക്കെ ഒരു ദൈവമാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. സൂപ്പർ ഹീറോ മൂവീസിനെ തന്നെ നിർത്തി അപമാനിക്കുമായിരുന്നു ഈ ഒരു പടം. ഞാൻ ആലോചിച്ചത് ഇത് ഇനിങ്ങാനും വല്ല സ്പൂഫാണോ? അമ്മാതിരി ഒരു സാധനമാണ് ഇവന്മാർ പടച്ചു വെച്ചേക്കുന്നത്. ഇവന്മാരുണ്ടല്ലോ, ഇവന്മാരൊക്കെ കണ്ടോളും, നമുക്ക് കാശ് ഉണ്ടാക്കാം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഈ ഒരു പടം ഉണ്ടാക്കിയേക്കുന്നത്. അല്ലാതെ നല്ലൊരു സിനിമ എടുക്കാം എന്ന് പറയുന്ന ഒരു ആഗ്രഹമൊന്നും എനിക്ക് ഇതിനകത്ത് കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പടത്തിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ. മോർബീസ് ഇറങ്ങി 8 നില പൊട്ടി, വീണ്ടും ആൾക്കാർ പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞ് വീണ്ടും റിലീസ് ചെയ്തു, അതും പൊട്ടി. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് അതേ ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ ഇന്ന് അടുത്തൊരു പടം കൂടെ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല. ഈ വർഷം സോണിയുടെ 2 കൂടെ വരുന്നുണ്ട്. വെനം 3യും അതേപോലെ തന്നെ ക്രേവൻ ദ ഹണ്ടറും. രണ്ടും ഇവരുടെ മറ്റേ സ്പൈഡർ യൂണിവേഴ്സിൽ വരുന്ന പടങ്ങളാണ്. അതിനി എന്ത് പരുവത്തിൽ പുറത്ത് വരുമെന്ന് കണ്ടു തന്നെ അറിയണം. സോ ആകെ മൊത്തത്തിൽ സോണി ഇപ്പോൾ പൊളിഞ്ഞു നിൽക്കുക. അപ്പോൾ അവർക്കൊന്ന് കര കയറണമെങ്കിൽ സ്പൈഡർമാൻ തന്നെ വരണം, അതും എത്രയും പെട്ടെന്ന് തന്നെ വരണം. അപ്പോൾ അതിനുവേണ്ടി അടുത്ത വർഷം തന്നെ സ്പൈഡർമാൻ 4 റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് സോണി നിൽക്കുക. പറ്റത്തില്ല, മെല്ലെ സമയമെടുത്ത് ഗ്രൗണ്ടഡ് ആയിട്ട് 2026-27 ഇറക്കാം എന്ന് പറഞ്ഞ് മാർവലും ടോം ഹോളന്റെ ഒരു സൈഡിൽ. ഇവരുടെ തർക്കത്തിന് അവസാനം ആരിനി ജയിക്കും എന്ന് പറയുന്ന കാര്യം അറിയത്തില്ല. സോണി ജയിച്ചാൽ അടുത്ത കൊല്ലം തന്നെ സ്പൈഡർമാൻ 4 ഉണ്ടാവും. ഇനി മാർവൽ ആണെങ്കിൽ അവരും ഏതാണ്ട് പൊളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ 2026-27 നമുക്ക് ഈ ഒരു സ്പൈഡർമാൻ 4 പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ വെറുതെ എടുത്ത് ചാടി കൊന്നു കൊലവിളിക്കുന്ന എന്തിനാ? കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിൽ ആരാണ്, എന്താണ് ഇതിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അവിടെ തന്നെ ഡെഡ്പൂളിലേക്ക് വരുമ്പോൾ ഒരു ട്രെയിലർ ആൾറെഡി വന്നു. ഇനി അടുത്തായിട്ട് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഒത്തൽ അടുത്ത ട്രെയിലറിനകത്ത് വുൾവറിനെ കറക്റ്റായിട്ട് കാണിക്കുമായിരിക്കും. പിന്നെ പറയാൻ പറ്റത്തില്ല, ഇല്ല ഞങ്ങൾ ട്രെയിലറിലെ കാണിക്കില്ല, തിയേറ്ററിൽ നിങ്ങൾ വന്ന് കണ്ടാൽ മതി എന്ന് പറയുന്നൊരു തീരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് അത് വെറും പോയിന്റ്ലെസ് ആയിട്ടുള്ള ഡിസിഷൻ ആയി പോകും. കാരണം ആൾറെഡി അതിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ കണ്ടതാണ്. അപ്പോൾ ട്രെയിലറിലൊന്നും കാണിക്കാതെ വെക്കുന്നതിൽ ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അടുത്തതിൽ കാണിച്ചാലായി, ഇല്ലെങ്കിൽ നമുക്ക് നേരെ തിയേറ്ററിലെ സിനിമയിൽ കാണിക്കത്തുള്ളൂ. പിന്നെ ഡേറ്റും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ജൂലൈ 26 എന്നുള്ളത് ജൂലൈ 25 ആക്കിയിട്ടുണ്ട്. അനൗൺസ് ചെയ്ത ഡേറ്റിനേക്കാളും ഒരു ദിവസം മുമ്പ് ഇത് ഇറങ്ങുന്നുണ്ടാവും. ദെൻ അവഞ്ചേഴ്സിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ദയനീയമാണ്, ഭയങ്കര ദയനീയമാണ്. അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി അത് കംപ്ലീറ്റ് ആയിട്ട് സ്ക്രാപ്പ് ചെയ്തു. ആക്ച്വലി ഒരു റീകാസ്റ്റിൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ വേണ്ട, ഇതിൽ തൊട്ട ശകുനപ്പഴയാന്ന് ഓർത്തിട്ടായിരിക്കും അവർ കംപ്ലീറ്റ് ആയിട്ട് ആ കാങ് എന്ന പരിപാടിയെ മാറ്റി. ഇനി അടുത്തത് ആരാ എന്താന്ന് പറയുന്ന ഒരു കാര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. താനോസ് ലെവലിലേക്കൊക്കെ കാങ്ങിനെ ഉദ്ദേശിച്ചപ്പോൾ അത് ഇങ്ങനെയായി. പിന്നെ ഹൾക്കിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യം പോലും ഇല്ല. സ്റ്റാൻഡ് അലോൺ പടം, വേൾഡ് വാർ ഹൾക്ക് എല്ലാം നോക്കിയിരിക്കത്തേ ഉള്ളൂ, നടക്കത്തില്ല. കെവിൻ ഫെയ്ഗൻ മുഖത്തടിച്ചോലെ പറഞ്ഞിട്ടുണ്ട് ഹൾക്കിന് എന്തായാലും സ്റ്റാൻഡ് അലോൺ പടം ഉണ്ടാവില്ല, പകരം 4-5 പടങ്ങളിലായിട്ട് ഹൾക്കിന്റെ സ്റ്റോറി ഇവോൾവ് ആകും എന്നാണ് അവർ പറയുന്നത്. ഇതിനെ തുടർന്ന് അടുത്ത് വരാതിരിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയിൽ നമ്മുടെ ഹൾക്ക് ഉള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ മാർവൽ അതേപോലെ തന്നെ മിസ് മാർവലിന്റെ അത്രയും വേർത്തി അല്ലല്ലോ നമ്മുടെ ഹൾക്ക്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം, അറിയത്തില്ല. പിന്നെ ഇതുകൂട്ട് സാധനം ഉണ്ടാക്കി പടച്ചു വിടുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അവിടെ ഒന്നും ചെയ്യാതെ മൂലയ്ക്ക് ഇരിക്കുന്നത് തന്നെയാണ്. ദെൻ ഫാന്റാസ്റ്റിക് ഫോർ അതിന്റെ കാസ്റ്റിംഗും ഇപ്പോൾ കൺഫേം ചെയ്തു. ഇൻസൈഡേഴ്സ് റൂമേഴ്സ് വിട്ട അതേ പേരുകൾ തന്നെയാണ് വന്നേക്കുന്നത്. എന്റെ ഫേവറേറ്റ് ജെസിക്ക ആൽബയ്ക്ക് ശേഷം നമ്മുടെ വെനസ് കേബിയാണ് സ്യൂസ്റ്റോമായിട്ട് വരുന്നത്. കിഡിലൻ ആക്ട്രസ് ആണ്, ഒരു സംശയമില്ല. അതേപോലെ തന്നെ പെഡ്രോ പാസ്കൽ പുള്ളിയാണ് മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ട് വരുന്നത്. റീഡ് റിച്ചാർഡ്സ് പുള്ളിയും തകർക്കും, ഒരു സംശയമില്ല. കാരണം ഒരു അസാധ്യ നടനാണ് അങ്ങേര്. ഇപ്പൊ താണ്ട വേറൊരു കാര്യം കേൾക്കുന്നുണ്ട്, നമ്മുടെ ഹെൻറി കാവിലും ഈ പറഞ്ഞ MCUവിൽ ജോയിൻ ചെയ്തു എന്ന രീതിയിൽ. നിലവിൽ അതൊരു വലിയൊരു റൂമറായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. പുള്ളി ആരായിട്ടാ എന്തായിട്ടാന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ ഏതാണ്ട് കൺഫേം ആയിട്ടില്ല. ഓരോരുത്തരും ഓരോന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂപ്പർമാനും വിച്ചറിന് ശേഷം പുള്ളിക്ക് ഒരു സോളിഡ് ക്യാരക്ടർ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിലാകെ പ്രതീക്ഷയുള്ളത് വാർഹാമർ 40,000 മാത്രമാണ്. ആർഗയിൽ എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് പക്ഷേ ഒരു അന്യായ മൂഞ്ചിക്കലായിപ്പോയി. ആ പടത്തിനകത്ത് ചില സെറ്റ് പീസും പിന്നെ നമ്മുടെ ഹെൻറി കാവിൽ ഒഴിച്ചു കിട്ടിയാൽ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലൊരു പടം. അപ്പോൾ ഇത്രയാണ് മേജർ മാർവൽ അപ്ഡേറ്റ്സ് ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ ബാറ്റ്മാൻ ബിയോണ്ടിന്റെ ആനിമേഷൻ കൺസെപ്റ്റ് ആയിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്പൈഡർവേഴ്സിന്റെ സ്റ്റൈല് പിടിച്ച ഒരു 2-3 സ്റ്റിൽസ് കിഡിലായിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ അവർ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിന് കിട്ടാൻ പോകുന്ന റീച്ചും ഫാൻ ബേസും ഒട്ടും ചെറുതാവത്തില്ല. കാരണം ബാറ്റ്മാൻ ബിയോണ്ട് എന്ന് പറയുന്നത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ജസ്റ്റ് ലൈക്ക് സ്പൈഡർമാനിലെ മൈൽസ് മൊറാൽസ് പോലെ തന്നെ. അപ്പോൾ WB എന്തെങ്കിലുമൊക്കെ ചെയ്യടേടേ.
ദെൻ ജോക്കർ 2-ന്റെ 2-3 സ്റ്റിൽസും അതേപോലെ തന്നെ അതിന്റെ ബഡ്ജറ്റും റിവീൽ ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഉള്ളൂ, $200 മില്യൺ. ഇത്രയും കാശ് ഇവർ എന്തിനകത്തോട്ടെ ഇട്ടെ എന്നൊരു കാര്യം മാത്രമേ എനിക്ക് സംശയമുണ്ട്. കാരണം ആദ്യത്തെ പടം വെറും $60 മില്യൺ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് അത് സക്സസ് ആവണം എന്ന് പറയുന്ന അവരുടെ ആവശ്യം കൂടിയായിരുന്നു, അത് വേറെ കാര്യം. ബട്ട് ഇപ്പോൾ അത് വേറൊരു രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലേഡി ഗാഗ വരുന്നു, അതുപോലെ തന്നെ ഒരു മ്യൂസിക്കൽ പടമാണെന്ന് പറയുന്നു. ഐ ഡോണ്ട് നോ ടോഡ് ഫിലിപ്സ് എന്താണ് ഈ ഒരു പടത്തിനകത്ത് ചെയ്തതെന്ന് നമുക്ക് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതിൽ $20 മില്യൺ ഹോക്കിൻ ഫീനിക്സിലും 12 ലേഡി ഗാഗയ്ക്കും പോകുന്നുണ്ട്. അതൊരിക്കലും തെറ്റാവുന്നില്ല, കാരണം അത്രയും ആളുകളെ കയറ്റാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവർ. ബട്ട് അത് നല്ലതിന് വേണ്ടി ആവണം എന്ന് മാത്രം. ഒട്ടും എന്റർടൈനിങ് അല്ലാത്ത ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആർട്ടിസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ടീസറോ ട്രെയിലറോ ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഒരുവിധം ഐഡിയ കിട്ടും എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന്. ദെൻ ജെയിംസ് ഗണ്ണിന്റെ DCയിലേക്ക് വരുന്ന സമയത്ത് സൂപ്പർ ഗേളിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിനകത്ത് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിലെ മില്ലി ആലക്കാണ് ഈ പറഞ്ഞ സൂപ്പർ ഗേൾ ആയിട്ട് വരുന്നത്. ഡേവിഡ് സാസ്ലോ ആണ് സ്ക്രിപ്റ്റ് ഒക്കെ കൊള്ളാൻ നൈസ് ആണെന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത്. ദെൻ സൂപ്പർമാൻ ലെഗസിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഷൂട്ടിങ്ങും ഏതാണ്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. കാസ്റ്റിംഗും നറേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പടം അടുത്ത വർഷം 2025 ജൂലൈ 11 റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ 2025 ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് ഇങ്ങനെ ബാറ്റ്മാനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബാരി കീഗൺ പുള്ളി തന്നെയാണ് ബാറ്റ്മാൻ 2 ജോക്കറായിട്ട് വരാൻ പോകുന്നത് എന്നൊരു കാര്യവും കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത പോലും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ 2026-27 പ്രതീക്ഷ മതി. ജോക്കർ മാത്രമല്ലാതെ വേറെയും കുറെ ക്യാരക്ടേഴ്സ് വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നാവും, കോർട്ട് ഓഫ് ഫോൾസ് ഒക്കെ. അപ്പോൾ ഇത്രയുള്ള DC സൈഡിൽ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ സാധനവും ഞാൻ കവർ ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റു കുറെ അപ്ഡേറ്റ്സുമായിട്ട് കാണുന്നവരെ ബൈ.